ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്കും സേലം പോകുന്നുണ്ട്. മെയിൻലി ഇന്നത്തെ പരിപാടി നമുക്ക് കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞാനും സച്ചും ഡിസ്കസ് ചെയ്ത് നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റും നമുക്കൊരു പ്ലാനിങ്ങും ഇത് ഈ സമയം ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ എൻ്റെ ഫാമിലിയിൽ എപ്പോഴും റൺ ചെയ്തു വരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാർ മേടിക്കുക, അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു പ്ലാൻ ചെയ്ത പരിപാടിയാണ് ഇത് രണ്ടും. അങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഒന്നെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സർപ്രൈസൊക്കെ കൊടുത്ത് കുറേ അധികം ഗിഫ്റ്റൊക്കെ ഷോപ്പ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് പ്ലാനിങ്സൊക്കെ നമ്മുടെ എല്ലാവരുടെ ഫാമിലിയിലും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മെയിൻലി പോണത് ഒരു ബ്രേസ്ലെറ്റും ഒരു ചെയിനും ഒരു വളയും മേടിക്കാനാണ്. ഇത് വാങ്ങണമെന്നുള്ളത് കുറേ നാളത്തെ പ്ലാനായിരുന്നു. അപ്പോൾ എല്ലാ വർഷമുള്ള ഒരു ലിസ്റ്റിൽ ഈ പ്രാവശ്യത്തെ ലിസ്റ്റ് ഇതാണെന്നേ ഉള്ളൂ. വീട്ടിലെപ്പോൾ ഗോൾഡ് വാങ്ങിക്കണമെന്ന് പറഞ്ഞാലും ആദ്യം ഓടിപ്പോകുന്നത് AVR ജ്വല്ലേഴ്സിലേക്കാണ് കേട്ടോ. പക്ഷേ അവിടുത്തെ ഡിസൈനും കളക്ഷൻസും ഒന്നും എനിക്കും സച്ചുവിനും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമല്ല. പക്ഷേ വീട്ടിൽ പണ്ട് മുതലേ അത് ശീലിച്ച് വരുന്നതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടേക്ക് തന്നെയാണ് പോവാറ്. ഇപ്രാവശ്യവും നമ്മൾ AVRലേക്ക് തന്നെയാണ് കേട്ടോ പോയത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളവിടെ ചെന്നപ്പോൾ AVR ജ്വല്ലേഴ്സിൻ്റെ ഓണറിൻ്റെ മകൻ്റെ കല്യാണം ആയതുകൊണ്ട് ജ്വല്ലറി ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റുള്ള മലബാർ ഗോൾഡിലേക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഈ സേലത്ത് ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ ജ്വല്ലറി ഷോപ്പാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ കയറി ഇഷ്ടമുള്ള രീതിയിലൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ എന്തോ ഒരു ഓഫറിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ ഉള്ളതും കൂടെ കണ്ടിട്ടാണ് നമ്മളിവിടെ മെയിൻലി കയറിയത്. എനിക്കും സച്ചുവിനും മലബാർ ഗോൾഡിൽ പോയി പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും ഗോൾഡ് വാങ്ങിക്കാൻ അവിടേക്ക് തന്നെയാണ് കേട്ടോ പോകാറുള്ളത്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല. പക്ഷേ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഞാനും സച്ചും ഒരു ഗോൾഡ് ചെയിനോ വളയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും ഞങ്ങളെപ്പോഴും അങ്ങോട്ട് തന്നെയാണ് പോകാറുള്ളത്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക ഗോൾഡും മലബാർ ഗോൾഡിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്രേസ്ലെറ്റും ചെയിനും ഒക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. സച്ചു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ബ്രേസ്ലെറ്റുകളും ഇട്ട് നോക്കി. പക്ഷേ കാര്യമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം അവർക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യുകയും വേണം. എന്നാൽ കാണാൻ ഭയങ്കര ഒരു ചെയിൻ ലുക്കോ അല്ലെങ്കിൽ ഭയങ്കര ഹെവിയൊന്നും ആവാനും പാടില്ല. അല്ലെങ്കിൽ തന്നെ അവൾക്കൊരു കാര്യം പർച്ചേസ് ചെയ്യണമെങ്കിൽ കുറേ സമയം ടൈം എടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി അതിൻ്റെ സെലക്ഷൻ കഴിഞ്ഞു. എനിക്ക് കുറച്ചൊക്കെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ മാല എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്ത് പോയിരുന്നത്. പിന്നെ നമ്മളെടുത്തത് ഈ ഒരു വളയാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പെൺപിള്ളേർക്ക് എപ്പോഴും ഗോൾഡിനോടൊരു എക്സ്ട്രാ അട്രാക്ഷൻ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. എൻ്റെ അച്ഛൻ്റെ അച്ഛമ്മയുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന ഗോൾഡൊക്കെ എനിക്ക് സൂക്ഷിച്ച് വെച്ച് കിട്ടിയ സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എപ്പോഴും ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ആലോചിക്കാറുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ പഴയ കുറേ ഗോൾഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. അതുകൊണ്ടാണ് മെയിൻലി ഇപ്രാവശ്യം ഇങ്ങനൊരു പർച്ചേസ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. നമ്മൾ ഷോപ്പിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ എല്ലാം കൂടെ ഫൈനലൈസ് ചെയ്ത് വരാൻ തന്നെ കുറേ അധികം സമയം എടുത്തു. പിന്നെ നമ്മുടെ പഴയ ഗോൾഡൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ മെൽറ്റ് ചെയ്തിട്ടാണല്ലോ അവർ അതിൻ്റെ പ്രൈസും അതിൻ്റെ 916 ആണോ എന്താണ് സംഭവം, എത്ര നമുക്ക് കല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും, അതിനും കുറേ സമയം എടുത്തു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വരാൻ തന്നെ കുറച്ചധികം സമയമായി എന്ന് വേണം പറയാൻ. ഞാൻ ആ സമയം കൊണ്ട് നന്നായി ബോറടിക്കുന്നുണ്ടായിരുന്നു. പോയി കുറച്ച് സെൽഫീസൊക്കെ എടുത്തിട്ട് വന്നു. അതിന് സച്ചു ഇടയ്ക്ക് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഫൈനലി അവർ നമുക്ക് കുറച്ച് കാപ്പി തന്നു. അങ്ങനെ ആ കാപ്പിയും കുടിച്ചിരുന്നപ്പോഴാണ് ആദിക്ക് അത്യാവശ്യം നന്നായി ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത്. അവൻ കുറേ സമയം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നു. ഇതിനകത്ത് അവന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം പാവ എന്നാലും ഒരുപാട് അനുസരണയോടെ ഇരുന്നു കേട്ടോ. ഒരു വളയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് അധികം തപ്പി നടക്കേണ്ടത് വന്നത്. കാരണം ആദ്യം തന്നെ എല്ലാവർക്കും ആ വള ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. இது ஒரு ட்ரிப்பு போட்டு கொடுங்க பார்த்தலாம். இது போட பாருங்க. ஆமாம், இது 18 இன்ச்சு தானே. இவ்வளோ தூரம் இங்கே தான் வரும். நீ வாங்கவே மாட்டேன். நீ லோக்கல்ல எடுத்து லாக்கர்லேருந்து வாங்க.
അങ്ങനെ കുറേ അധികം സെലക്ഷൻസിന് ശേഷം ഞാൻ ദേ ഈ മാലയാണ് എടുത്തിരിക്കുന്നത്. അധികം ഗോൾഡും വർക്കും ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു സാധനം എന്ന രീതിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. സച്ചു ഫൈനലി ദേ ഈ ബ്രേസ്ലെറ്റും പിന്നെ ആ വളയുമാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. ഏകദേശം കട ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും ഷട്ടർ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബില്ലിംഗ് കൗണ്ടറിൽ വന്നപ്പോഴാണ് ആദിക്ക് മൊത്തത്തിലൊരു സമാധാനമായത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ അവനൊരു പ്രത്യേക എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. മമ്മിയാണെങ്കിൽ ക്ഷീണിച്ച് വലഞ്ഞ് വിശന്നിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഇന്നത്തെ ഈ പരിപാടിയും കൂടെ കഴിഞ്ഞതോടുകൂടി നമ്മൾ ഗോൾഡ് ഷോപ്പിംഗ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ വണ്ടിയെടുത്ത് നേരെ പോകാൻ പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. എപ്പോഴും ഈ മൊത്തത്തിൽ ട്രാവലിംഗ് ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണിപ്പോൾ. പണ്ട് മുതലേ അഭി പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ് സേലം സെൽവി മെസ്സ്. എനിക്ക് വീട്ടിൽ നിന്ന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇവിടുത്തെ മെയിൻ ഐറ്റം തന്നെ മട്ടൻ ബിരിയാണിയാണ്. ആസ് യൂഷ്വൽ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ഇന്നും കഴിച്ചത്. ഞാൻ ഇവിടെ വന്ന് മട്ടൻ ബിരിയാണി കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും അഭിയെ ആലോചിക്കാറുണ്ട്. പുള്ളിക്ക് ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 1-2 തവണ മാത്രമാണ് അഭിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഓതൻറ്റിക് ടേസ്റ്റുള്ള ഇവരുടെ ഒരു പഴയ ഷോപ്പ് വേറെ എവിടെ ഉണ്ടെന്നൊക്കെ അഭി കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അഭിക്ക് കൂടുതലും ഈ കേരള ബിരിയാണിയെക്കാട്ടിയും തമിഴ്നാട് ബിരിയാണിയോടൊരു പ്രത്യേക കമ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ വേറൊരു ടൈപ്പ് ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം വേറൊന്നുമല്ല, പുള്ളിക്ക് സ്പൈസി ഫുഡിനോട് ഒരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ട്. അങ്ങനെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇനി ഇവിടുന്ന് പോകാൻ പോണത് വീട്ടിലേക്കാണ് കേട്ടോ. എല്ലാവരും നല്ല പോലെ ടയേർഡായിരുന്നേ. നാളെ രാവിലെ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ട്രിപ്പ് ഉണ്ട്. വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മൾ കുറച്ച് കുടുംബക്ഷേത്രങ്ങളിലും അമ്പലത്തിലും ഒക്കെ പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ജാൻ ഫെബ്രുവരി മാർച്ചൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ലീവ് എടുത്തൊക്കെ വന്ന് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യവും നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തീർക്കണം എന്ന് കരുതിയിട്ടാണ് ഇപ്രാവശ്യം ഇങ്ങനൊരു പരിപാടി തന്നെ സെറ്റ് ചെയ്തത്. പക്ഷേ അബിക്ക് ഇപ്രാവശ്യം ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഇവിടുത്തെ റാഡിസം ബ്ലൂ കണ്ടോ, അതിൻ്റെ തൊട്ട് ബാക്കിലാണ് സേലം സെൽവി മെസ്സ് വരുന്നത്. വീട്ടിൽ പോകാനായിട്ട് കാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ ദേ BE60 എന്നൊക്കെ കാറിൻ്റെ തറയിൽ എഴുതി കാണിക്കുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ വണ്ടിയിൽ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.